കേരളത്തിൻ്റെ മലയാളികളുടെ മനസ്സിലെ നോവായതാണ് പാലക്കാട് സ്വദേശിനി വിനോദിനി. ഇന്ന് വിനോദിനി ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. കക്കനാട് ആശുപത്രിയിൽ സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വിനോദിനിക്ക് കൃത്രിമ കൈ വയ്ക്കാൻ പോവുകയാണ്. വിനോദിനിയും അമ്മയും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നിപ്പോൾ വലിയ സന്തോഷം, വലിയ സങ്കടമാണ്, എന്നാൽ പോലും ഒരു സന്തോഷത്തിലേക്ക് തിരികെ എത്തുകയാണ്. സന്തോഷം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാണ്ടാണ് സാർ വന്ന് നമുക്ക് ചെയ്തു തന്നത്. കാരണം നമുക്ക് അത്രയും ഞങ്ങൾ എല്ലാവരുടെയും കയറി ഇറങ്ങി നമുക്ക് ഒരു ഇതും സഹായിക്കാൻ പറഞ്ഞാൽ 2 ലക്ഷം രൂപയല്ല, നമുക്ക് ഒന്നുമേ കിട്ടിയിട്ടില്ല. സാർ നമ്മളെ വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. പിന്നെ സാർ പറഞ്ഞു ഞങ്ങൾ നോക്കാൻ പറഞ്ഞ് നമ്മളോട് ഉറപ്പ് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ അല്ല അമൃതയിൽ വന്നിട്ട് നമ്മളോട് കൈയിൻ്റെ അളവ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമുക്ക് പിന്നെ ഇവിടേക്ക് ആക്കി തന്നു. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വന്ന് പിന്നെ അളവ് കാര്യങ്ങൾ കളറിൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ എടുത്തു. ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ PA വന്ന് ഞങ്ങളോട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പിന്നെ ഞങ്ങളോട് വിളിക്കുക, ഇവിടെ നിന്ന് ഈ മാഡം പറഞ്ഞു വിളിക്കുക, നമ്മളെ 10 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുക പറഞ്ഞു. പിന്നെ വിളിച്ചു. അപ്പം നമ്മളിതാ കൈ വെക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എത്തി. നമ്മൾ വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. പിന്നെ നമുക്ക് റൂമെല്ലാം ശരിയാക്കി തന്നെ സാർ തന്നെയാണ്. ഈ വലിയ വീഴ്ചയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായത്. വലിയ വീഴ്ച പറഞ്ഞാൽ എല്ല് പൊട്ടി എല്ലാവർക്കും സംഭവിക്കുന്നത് കൈ എല്ലാവരുടെയും ശരിയാണ്. പക്ഷെ നമുക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് എന്താണ് പറഞ്ഞാൽ അശ്രദ്ധയില്ലാണ്ട്. കാരണം നമ്മൾ എല്ല് പൊട്ടിയിട്ട് പോയി കാണിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണ്ടേ. പക്ഷെ അവർ ശ്രദ്ധിക്കാണ്ട് വേഗം മാവ് കട്ട് എടുത്ത് ഇട്ടു. പിന്നെ നമ്മൾ പോയി പിറ്റേ ദിവസം പോകുമ്പോഴും പറഞ്ഞത് അവരെന്താ പറഞ്ഞത് 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. 5 ദിവസം കഴിയുമ്പോൾ കൈ അങ്ങനെ ഇൻഫെക്ഷൻ വന്ന് നോക്കുമ്പോൾ കൈ അഴിച്ചു നോക്കുമ്പോഴും നമ്മൾ അത് കണ്ടിട്ട് നമുക്ക് ഇവിടം വരെ കെട്ടിയത് കൊണ്ട് നമുക്ക് കാണില്ല. ഞങ്ങൾ കൈ ഡോക്ടർമാർ അഴിക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ബ്ലഡ് ഓട്ടും ഇല്ല, ബ്ലഡ് നിന്നു. അങ്ങനെ നമുക്ക് എടുത്ത് വിട്ടാൽ കറക്റ്റാവും എന്നൊക്കെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് അയച്ചു വിട്ടത്. കോഴിക്കോട് അയക്കുമ്പോൾ അവിടെ പോയി അയക്കുമ്പോഴാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ഇത് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞില്ല. അവർ നമുക്ക് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞത് അവിടുത്തെ ഡോക്ടർമാർ. അത്ര ഉറപ്പൊന്നും തന്നില്ല. നമുക്ക് കിട്ടുന്നതെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, നമുക്ക് ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. ശ്രമിച്ച് നോക്കുമ്പോഴാണ് അവർ 1 മണി ഇങ്ങനെ ആകുമ്പോൾ വിളിച്ച് ഞങ്ങളോട് ചോദിച്ചു, കൈ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൈ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. സാറ് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ, നമുക്കിത് കട്ട് ചെയ്യണ്ട സാറേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ കൈ മേലോട്ട് പഴുപ്പ് കയറുന്നാണ് പറഞ്ഞത്. പഴുപ്പ് കയറി പിന്നെ നമുക്ക് ജീവൻ തിരിച്ച് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പറഞ്ഞു. എന്നിട്ട് മുട്ട് വരെ എത്തി പഴുപ്പ്. പിന്നെ മുട്ട് അങ്ങനെ മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ മുറിച്ചു. 1-1:30 മണിയാകുമ്പോഴേക്കും മുറിക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു 5 സർജറിയോളം കഴിഞ്ഞു. പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. വീഡിയോ സതീഷ് സാർ നമുക്ക് കൈ വെച്ച് തന്നിരുന്നു. ഇനിയിപ്പോൾ പടം വരക്കാം, വലിയ ആഗ്രഹമായിരുന്നില്ലേ? പടം വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ മാറുകയാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിയിരുന്നു ആദ്യം? ചെയ്തു. ഇടത്തെ കൈ കൊണ്ട് പടം വരച്ചിരുന്നു, അതപ്പോൾ എങ്ങനെയാണ്? ഇടത്തെ കൈ തന്നെ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂട്ടുകാരോടൊക്കെ വിളിച്ച് പറഞ്ഞോ? ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. കൂട്ടുകാരൊക്കെ സന്തോഷം പറഞ്ഞു. ഏതായാലും വലിയ സങ്കടത്തിനിടയിൽ ചെറിയൊരു ആശ്വാസമാണ്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.